2018 ഡി സിക്ക് ഒരു വലിയ ബ്ലോക്ക് ബസ്റ്റർ സമ്മാനിച്ച ഏക സിനിമയെന്ന് പറയുന്ന അക്വാമാൻ എന്ന ചിത്രമാണ്. എല്ലാവർക്കും അത് മിക്കുള്ളവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്നത്തെ ബോക്സ് ഓഫീസ് എന്ന് പറയുന്നത് 10,000 കോടിക്ക് മേളിൽ കളക്ട് ചെയ്ത് ഹ്യൂജ് സക്സസ് ആയ സിനിമയാണ് അക്വാമാൻ. അങ്ങനെയാണെങ്കിൽ അക്വാമാൻ 2 കൊള്ളാവോ നിങ്ങൾ കരുതുന്നുണ്ടോ? അതറിയണമെങ്കിൽ നമ്മൾ റിവ്യൂ കാണുക. അപ്പോൾ ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2023 ഡിസംബർ 22 ജെയിംസ് വാൺ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങുന്ന അക്വാമാൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് അക്വാമാൻ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ചിത്രം. ഏകദേശം 215 മില്യനാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് കണക്കാക്കപ്പെടുന്നത്. ഒരു ലളിതമായൊരു സ്റ്റോറിയാണ്. നമ്മൾ ഈ അക്വാമാൻ എന്ന് പറയുന്ന ചിത്രത്തിൽ എന്ന് പറയുന്നത് കിട്ടിലെ റൊമാൻറ്റിഫിക്കേഷൻ സീനൊക്കെ തരുന്നൊരു ഐറ്റം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ അക്വാമാനിലോട്ടുള്ള ട്രാൻസ്ഫോർമേഷനാണ്, ആ സൂപ്പർ ഹീറോ ഒരു ഇൻട്രൊഡക്ഷനാണ് ആ സിനിമ എന്ന് പറയുന്നത്. പക്ഷേ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അത് എല്ലാവരും ഏറ്റെടുത്ത് DC ഫാൻസിന് മാത്രമല്ല മാർവൽ ഫാൻസിന് വരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് അക്വാമാൻ എന്ന ചിത്രം. കാരണം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയാണ് DC-യിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കെ സെക്കൻഡ് എന്ന് പറയുന്ന സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡിന് ആവറേജ് ഐറ്റം തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഥയ്ക്ക് ഒരു പുതുമയില്ല. കഥയെന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കണ്ടുവരുന്നൊരു കഥ തന്നെയാണ്. അറ്റ്ലാന്റിക്സിന് ഒരു ഡാർക്ക് സൈഡിൻ്റെ അറ്റാക്ക് വരുന്നു. അപ്പോൾ അതിനു വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി തൻ്റെ ബ്രദറുമായിട്ട് കൂട്ടായ്മ ചേർന്ന് അവിടെ അറ്റ്ലാന്റിക്സ് എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കുകയാണ് ഈ സിനിമയുടെ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക് മാൻ എന്ന് പറയുന്നത് അവൻ്റെ പഴയ ശത്രുവാണ് ഈ ഡാർക്ക് സൈഡിനെ കൊണ്ടുവരുന്നത്. അതിന് അയാൾ അക്വാമാനെ കൊല്ലാൻ വേണ്ടി ഏതറ്റം വരെ പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു അറ്റം പോയാണ് ഈ ഡാർക്ക് സൈഡിനെ ഒരു തൃശൂലം പോലത്തെ സംഭവം കൊണ്ട് കണക്ട് ചെയ്യുകയും അപ്പോൾ ആ ഡാർക്ക് സൈഡും ഇയാളുമായിട്ട് ഒരു കൊലാബറേഷൻ നടന്നു. അപ്പം ഈ എല്ലാ അറ്റ്ലാന്റിക്സിനെയും നശിപ്പിക്കാമെന്ന് ഇവർ രണ്ട് തീരുമാനിച്ചപ്പോൾ അപ്പം ഇവിടെ കൈ ഓർത്തെന്ന് വെച്ചാൽ നമ്മളെ അക്വാമാൻ്റെ ബ്രദറുമാണ്. പഴയ ശത്രുക്കൾ ഇപ്പം അനിയനും ചേട്ടനും ഒന്നിച്ചപ്പം അവിടെ ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, പക്ഷേ നല്ല കണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിലെ ക്ലൈമാക്സ് എന്ത് രീതിയിൽ എടുത്തു വെച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. ആർക്കോ വേണ്ടി പെട്ടെന്ന് അങ്ങ് ചെയ്തിറക്കിയാണ് എനിക്ക് തോന്നിയത്. കാരണം ക്ലൈമാക്സിൽ ഇത്രയും നല്ല ഇൻട്രൊഡക്ഷൻ ആ വില്ലനൊക്കെ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് വില്ലനെ ഒരു സൂചി കൊണ്ട് കൊത്തി പൊട്ടിക്കും പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു ബലൂണ് വലുതായിട്ട് ഊതി പെറുപ്പിച്ചിട്ട് ഒരൊറ്റ കുത്തിനങ്ങ് പൊട്ടിക്കുക, അതാണ് ഇവിടെ നടന്നത്. വില്ലന് വലിയ റോളും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് അതാണ് എനിക്ക് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ സ്റ്റോറി വൈസ് ആണെങ്കിൽ ശകല എഴച്ചിൽ ആദ്യ ഭാഗമൊക്കെ ഉണ്ടെങ്കിലും പിന്നെ നല്ല എൻഗേജിങ് ആയിട്ട് വരുന്നുണ്ട്. ആ എൻഗേജിങ് ആയിട്ട് വന്നിട്ടാണ് ആ വില്ലനെ കൊണ്ട് ലാസ്റ്റ് ബലൂണിൽ പൊട്ടിക്കണത്. അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ സിനിമയിൽ. സിനിമ വൻ വിജയമൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു ശരാശരി ഒരു ആവറേജ് വിജയമാണ്. 450 മില്യനെ കളക്ട് ചെയ്ത് ഒരു ആവറേജ് ഹിറ്റ് അടിച്ച സിനിമയാണ് ഈ അക്വാമാൻ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന ചിത്രം എന്ന് പറയുന്നത്. അപ്പം ഇതിൽ VFX അടിപൊളി തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നല്ല എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. വിഷ്വൽ എഫക്ട്സ് ഒക്കെ ആണെങ്കിൽ അതിനൊരു കുറവ് ഞാൻ വരുത്തുന്നില്ല. കാരണം വെച്ചാൽ നല്ല ഒരു പോസിറ്റീവ് റിവ്യൂ തന്നെയാണ്. കാരണം വെച്ചാൽ ഈ VFXൻ്റെ സൈഡ് നോക്കണമെങ്കിൽ അവർ നല്ല പണി എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ജെയിംസ് വാൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല. ഇനി വല്ല DC പ്രൊഡക്ഷൻ ടീമുമായിട്ട് വല്ല പ്രശ്നമായോ? അത് സ്ഥിരമായിട്ടുള്ളതാണ് ഓരോ. ഇനി ഏതെങ്കിലും ഒരു ഡയറക്ടർ വന്നാൽ മാത്രമേ DC രക്ഷിക്കാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ സ്നൈഡറിനെ കൊണ്ടേ പറ്റുള്ളൂ. സ്നൈഡറിൻ്റെ ഇത് കാണാൻ എല്ലാത്തിനും പിടിച്ചിരുത്താൻ പറ്റണത്. അയാളെ കൊണ്ട് മാത്രമേ ഇത് പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ വേറൊരു ഡയറക്ടറിനെ കൊണ്ടുവന്ന് പണി അറിയുന്ന ആളുടെ കയ്യിൽ കൊടുക്കണമെന്നെങ്കിൽ. അപ്പം ഇത്രയൊക്കെയുള്ള എനിക്ക് അക്വാമാൻ ലോസ്റ്റ് കിങ്ഡം എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. സിനിമ എനിക്ക് ആവറേജ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ക്ലൈമാക്സ് കിടിലാക്കിയിരുന്നെങ്കിൽ വേറെ ലെവൽ എക്സ്പീരിയൻസ് സിനിമ സമ്മാനിച്ചു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. മെയിനായിട്ട് ഒന്നാമത്തെ കാരണം ഈ സിനിമ മിക്കുള്ളിടത്തും പൊട്ടാനുള്ള കാരണം ഇത് തന്നെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് ലോസ്റ്റ് കിങ്ഡം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്.